കനത്ത മഴയിലും കാറ്റിലും കോഴിക്കോട് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ചാത്തമംഗലം പഞ്ചായത്തിൽ ഏക്കർ കണക്കിന് കൃഷി നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിലും ഇടയ്ക്ക് വീശിയടിക്കുന്ന ചുഴലിക്കാറ്റിലുമാണ് വ്യാപകമായ കൃഷിനാശമുണ്ടായത്. വെള്ളന്നൂർ, വിരിപ്പിൽ, കോട്ടൂൾത്താഴം, സാങ്കേതം വയൽ, ചൂലൂർ പാടം എന്നിവിടങ്ങളിലെ ഏക്കർ കണക്കിന് വാഴകൃഷിയാണ് നശിച്ചത്. കഴിഞ്ഞ 2 ദിവസം മുന്നുണ്ടായ ശക്തമായ മഴയും ചുഴലിക്കാറ്റും കാരണമാണ് 800ഓളം വാഴ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ പകുതിയോളം വാഴകൾ തന്നെ നശിച്ചു പോയിട്ടുണ്ട്. ആണിപ്പോലും നേന്ത്രയാണ് വെക്കുന്നത്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഇത്രയും നഷ്ടം ഒരു കൊല്ലം ഒക്കെ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്രയും ഭീമമായ നഷ്ടം ഉണ്ടാകുന്നത്. 10, 25, 50 വാഴ കൂടുതൽ ഒരു കൊല്ലവും ഇതേ നശിച്ചിട്ടില്ല. നേന്ത്രവാഴയ്ക്ക് പുറമെ ഞാലിപ്പൂവൻ വാഴകളും വ്യാപകമായി ഒടിഞ്ഞു വീണിട്ടുണ്ട്. മൂപ്പെത്തും മുമ്പേ വാഴക്കുലകൾ ഒടിഞ്ഞു വീണത് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പെട്ടെന്നുള്ള ഒരു കാറ്റും മഴയെല്ലാം കൂടി വന്നത്, ചുഴലിക്കാറ്റാണ് വന്നത്. പെട്ടെന്ന് വാഴയെല്ലാം കൂടി പോയി. അപ്പോൾ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ്, കുന്നാലം ബാങ്ക് ബറോഡയിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് കൃഷി ചെയ്തത്. വാഴ മൊത്തം പോയ സ്ഥിതിയിലാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. കർഷകരിൽ അധികം പേരും ലോൺ എടുത്തും കടം മേടിച്ചുമാണ് കൃഷി ഇറക്കിയത്. കൃഷി നശിച്ചതോടെ എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലാണ് കർഷകർ. ജനം, കോഴിക്കോട്.